ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സുലുവിനെ സ്കൂൾക്ക് പറഞ്ഞേക്കണ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾക്ക് സ്കൂളിൽ ലഞ്ചിൻ്റെ മുമ്പേ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു വിടാൻ പറയട്ടോ ടീച്ചർ. അപ്പോൾ വീട്ടിലുണ്ടാക്കിയ എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ പുറത്തുനിന്നുള്ളതൊന്നും പ്രോത്സാഹിപ്പിക്കണില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഞാൻ ഓൾക്ക് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെയാണ് ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഫ്രൂട്ട്സ് പഴം അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഒന്നുമില്ലെങ്കിൽ നേന്ത്രപ്പഴം മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കിയാണ്ട് അല്ലെങ്കിൽ ആപ്പിൾ, അപ്പം ഇന്ന് ആപ്പിളാട്ടോ കൊടുത്ത് വിടുന്നത്. അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കിയാണ്ട് ബാഗിലാക്കിട്ടോ. ബാഗ് പഴയ ബാഗാണ് കേട്ടോ, വാട്ടർ ബോട്ടിൽ പുതിയതുമാണ്. ബാഗ് 2ാം ക്ലാസ്സിലേക്ക് വാങ്ങിയാൽ കേട്ടോ, 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും ഉണ്ട്. ഇപ്പം 4ാം ക്ലാസ്സിലെത്തിയിട്ടോളൂ. അപ്പോൾ അവൾക്ക് ഈ ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. നല്ല ബാഗ് വേണ്ട, എപ്പോഴും ഒരു കേടുമില്ല. അപ്പോൾ പുതിയ സ്കൂളല്ലേ, അപ്പോൾ പുതിയ ബാഗ് വാങ്ങുക പറഞ്ഞപ്പോൾ അവൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ബാഗ് ഇതന്നെ മതി, ഇതിന് കേടൊന്നുമില്ലല്ലോ, ഇതന്നെ മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാലും പുതിയ സ്കൂളല്ലേ, അപ്പോൾ പുതിയ ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മഞ്ചേരി പോയിട്ടോ, ബാഗ് ഹൗസിൽ പോയി. അപ്പം അവിടെ ചെന്നപ്പോൾ കുറേ ബാഗ് ഉണ്ട് കേട്ടോ, ഇഷ്ടപ്പെട്ട ബാഗുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നോക്ക് വേണ്ട കേട്ടോ. അവൾ പറഞ്ഞു എനിക്ക് മദ്രസ കൊണ്ടുപോകാൻ ഈ ബാഗ് മതി പറഞ്ഞിട്ടുണ്ട്. ഈ ബാഗാട്ടോ വാങ്ങിയത്, ഈ കറുപ്പ് ബാഗ്. ഇത് പഴയ ബാഗാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ബാഗ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവളെ ഒരുക്കങ്ങൾ കേട്ടോ. ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു വള, അതേപോലെ ഒരു വാച്ച്, മേക്കപ്പ് ഒന്നും ഇടാൻ അയക്കല്ല കേട്ടോ. ഞാനൊരു കൺമഷി മാത്രം ഇട്ടു കേട്ടോ, ഒരു ഹിമാലയൻ്റെ കൺമഷി മാത്രം. അല്ലാതെ വേറെ എന്തും മുഖത്ത് ഇടാനും ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പം കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ നല്ല പോലെ ഒരുങ്ങും. പക്ഷേ സ്കൂൾക്കായതുകൊണ്ട് ഞാൻ പറയും സാധാ ഇങ്ങനെ മതി. കൺമഷി ഇടാഞ്ഞാൽ പിന്നെ ഓൾക്ക് എന്തോ പോലെയാണ്, ചെറുപ്പത്തിലേ ഇട്ട് ശീലമായതുകൊണ്ട്. അപ്പോൾ കൺമഷി ഇട്ട് കൊടുക്കും, വേറെ എന്തും ഞാൻ ഇടാനങ്ങനെ സമ്മതിക്കില്ല കേട്ടോ മുഖത്ത്. അപ്പോൾ ബസ്സിന് വേണ്ടി കാത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, പുറത്ത് ഉമ്മയും ഉപ്പയും ഞങ്ങളെല്ലാവരും ഇരിക്കണം. ഓൾക്ക് അതാ ഇഷ്ടം, വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഞങ്ങൾ വീട്ടിലുള്ളവരൊക്കെ അവിടെ ഇരിക്കണതാട്ടോ ഇഷ്ടം. അപ്പം അങ്ങനെ ബസ് കയറ്റി ഓളെ പറഞ്ഞയച്ചു കേട്ടോ. ഓളെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ പണികളൊക്കെ നോക്കൽ കേട്ടോ. ഇതാണ് എൻ്റെ നൂലിൻ്റെ കളക്ഷൻസ് കേട്ടോ. അപ്പോൾ ഇത്രയും നൂലുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. പക്ഷേ എത്ര നൂലുണ്ടായിട്ടും കാര്യമല്ല, എന്തെങ്കിലും ഒരു സാധനം തയ്ക്കാൻ വേണ്ടി കിട്ടുമ്പോൾ ആ കളർ നൂലവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് വേറെ ഓടിപ്പാഞ്ഞ് ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഓള് പോകുമ്പോഴേക്ക് എൻ്റെ ഒരുവിധം എല്ലാ പണികളും കഴിയും കേട്ടോ. പിന്നെ കുറച്ചെന്തെങ്കിലും പാത്രം കഴുകി വെക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പോകുമ്പോഴേക്ക് കഴിക്കണം എന്തിനാ വെച്ചാൽ ഇതേപോലെ എനിക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ. അപ്പോൾ സ്കൂൾക്ക് പോയാലേ നമുക്ക് അവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓള് വീട്ടിലുണ്ടായാൽ ഒരു 10 പ്രാവശ്യം നീക്കേണ്ടി വരും കേട്ടോ. ഇങ്ങനെ ഒരു ചുരിദാറൊക്കെ തയ്ക്കുകയാണെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ പറഞ്ഞും അങ്ങനെയാവും. അപ്പോൾ ഓള് സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് ഞാൻ എൻ്റെ ജോലികളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്ത് തീർക്കും കേട്ടോ. ഞാൻ അങ്ങനെ വെറുതെ പണികളൊന്നും കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണ പണിയൊന്നും എനിക്കില്ല കേട്ടോ. എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കും. ഒന്നില്ലെങ്കിൽ പാട്ട് പാടും, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ടൈലറിങ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണി ഉണ്ടാവും കേട്ടോ. വെറുതെ ഇങ്ങനെ കിടന്നുറങ്ങി സമയം കഴിക്കണ ആ പണി എൻ്റെ അടുത്തില്ല കേട്ടോ. അപ്പോൾ ചുരിദാറൊക്കെ ഏകദേശം ഫിനിഷിങ്ങിലയക്കണ്. ഓള് വരുമ്പോഴേക്ക് ഇത് തീർക്കണം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഓള് വരാൻ സമയത്താണ് ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നീച്ചൊക്കെ ചെയ്തിരിക്കണ് എന്നാലും. അപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസങ്ങൾ പോണത്. നല്ല മുത്തും വർക്കൊക്കെ വെച്ചിട്ടൊരു ചുരിദാറാണ് കേട്ടോ, ഒരു പുതിയെണ്ണിനുള്ള ചുരിദാറാണ്. അപ്പോൾ സൂചി കുത്തണ സ്ഥലത്ത് ഉള്ളതൊക്കെ കൈകൊണ്ട് പറിച്ചെടുത്ത് കുറേ സമയം എടുക്കും കേട്ടോ. ഇങ്ങനത്തെ ചുരിദാറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യണവർക്കറിയാം. അപ്പോൾ ചുരിദാറൊക്കെ ഫുള്ള് പണി കഴിഞ്ഞു. ഓൾക്ക് ചായയൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഓള് വരാനയക്കണ്. ഓള് വരാൻ വേണ്ടിയാണ്ട് ഇപ്പോൾ അവിടെ ഇങ്ങനെ കാത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ബസ് വന്നു. 17ാമത്തെ നമ്പർ ബസ്സാട്ടോ അത്. 18 ബസ്സുണ്ട് ആ സ്കൂളിൽ, അതിൽ 17ാമത്തെ ബസ്സാണ്. അപ്പം ഒരു കുട്ടികളെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒച്ചണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണ കണ്ടിട്ട് കുട്ടികളെ ഇത് താത്താന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓള് വന്നു കേട്ടോ. ഓള് വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു സ്റ്റീലിൻ്റെ കുപ്പി കൊണ്ടുപോയിട്ടുണ്ട്, പാലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. തലേ ദിവസം മുട്ട ഉണ്ടായിരുന്നു, അപ്പോൾ ഇന്ന് പാലുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ കുപ്പി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ടീച്ചർ. സ്റ്റീലിൻ്റെ കുപ്പിയൊക്കെ കുലുക്കി ഇങ്ങനെ വരികയാണ്. കാരണം ഓൾക്കത് അറിയില്ല. ഞങ്ങൾ പ്രൈവറ്റ് സ്കൂളിലാണ്, ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞാണ്, പ്രൈവറ്റ് സ്കൂളിലാണ് ഓള് ഇതുവരെ പഠിച്ചത്. മോനും അതന്നെ പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾക്ക് ആക്കിയതാണ് കേട്ടോ. വരുമ്പോഴൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഓളെ ലുക്ക് കേട്ടോ, യൂണിഫോമിൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.